കുറച്ച് ദിവസങ്ങളായി ചാനലിലൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോ ഈ പറയും കണക്ക് അർജുന്റെ കാര്യമില്ല, വയനാടില്ല, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, മുല്ലപ്പെരിയാർ വിഷയങ്ങളില്ല. ഇതൊന്നും ഇപ്പം വലിയ മുഖ്യധാരയിലുള്ള ചർച്ചാ വിഷയങ്ങളല്ല. ഇപ്പോ ഈ പറയുന്ന കണക്ക് രാത്രി ആരൊക്കെ ആരുടെയൊക്കെ ഡോറിൽ ചെന്ന് മുട്ടുന്നു, ഏതൊക്കെ നടിമാരുടെ ഡോറിൽ ചെന്ന് മുട്ടുന്നു എന്നുള്ള കുലങ്കഷമായ ചർച്ചയിലാണ് കേരളത്തിലുള്ള കുറെ മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം കുറെ മലയാളികളും. ഞാൻ ചോദിക്കുന്നത്, ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഓക്കെയാണ്, തെറ്റ് ചെയ്തവർ എല്ലാവരും പുറത്തു വരണം, ശിക്ഷിക്കപ്പെടണം, എല്ലാം ചെയ്യണം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ BJP ഏതും ആവട്ടെ, എല്ലാ പാർട്ടിയും മറ്റു പാർട്ടിക്കാർ കുറ്റം പറയാറില്ലേ? എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ പറയാറില്ലേ? ആ നേതാവ് ശരിയല്ല, ഈ നേതാവ് ശരിയല്ല, ഞങ്ങളാണ് നല്ലത് എന്ന് പറയത്തില്ലേ? ആ നേതാവ് അഴിമതി കാണിച്ചു, ഈ നേതാവ് അഴിമതി കാണിച്ചു, 101 കോടി രൂപയുടെ അഴിമതി, മറ്റത് അഴിമതി, അവിടെ സ്ത്രീപീഡനം നടന്നു, മറ്റേ ആ ആളിനെ കയറി പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും കുറ്റപ്പെടുത്താറില്ലേ? അപ്പം ഈ ഓരോ പാർട്ടികളിലും, കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും BJPയിലായാലും നല്ല ആൾക്കാരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ ചീത്ത എന്ന് പറയുന്ന ഒരു വശം, ചീത്ത എന്ന് പറയുന്ന ഒരു വേറൊരു വശം, ആ വശം പുറത്തു വരണം എന്നുള്ളതാണ്. ആ വശം പുറത്തു വരണം, ആ വശം പുറത്തു വന്നേ പറ്റൂ. പുറത്തു വന്ന് തെറ്റ് ചെയ്തോൾ എന്തായാലും നിയമത്തിന് മുന്നിൽ വരണം, ശിക്ഷ അനുഭവിക്കണം, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് വേറൊരു പ്രസിദ്ധമായ ചോദ്യം ചോദിക്കാനുള്ളത് എന്തെന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംഭവം നടന്ന സമയത്ത്, അതായത് പലപ്പോഴും പല നടിമാരും അഭിനയിക്കാൻ വരുന്ന സമയത്ത് അവരിങ്ങനെ വഴങ്ങാൻ, അതായത് അവർക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി വഴങ്ങാൻ പറയുന്നു, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും കാര്യങ്ങളും. ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറയുമ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയാതെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം, ഫേമസ് ആയതിനു ശേഷം വന്ന് അത് ഞാൻ അങ്ങനെ പറ്റിപ്പോയി, ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിപ്പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതിനു മുമ്പേ അത് പറഞ്ഞുകൂടായിരുന്നോ? അതായത് അന്ന് ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ ഈ കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞുകൂടായിരുന്നോ? സ്ത്രീകൾക്ക് ഈ പറയുന്ന അഭിനയം മാത്രമേ തൊഴിലുള്ളോ, വേറെ ഒന്നും തൊഴിലില്ലേ? അപ്പം അഭിനയത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ, അല്ലെങ്കിൽ എന്താണ്, നമ്മളെ പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ നമ്മൾ വഴങ്ങിക്കൊടുത്താലേ നമുക്ക് കാര്യം നടക്കൂ, അഭിനയിക്കാൻ പറ്റൂ, ഫേമസ് ആവാൻ പറ്റൂ, ക്യാഷ് ഉണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരെ? അപ്പൊ അഭിനയിക്കുകയും വേണം, ക്യാഷ് ഉണ്ടാക്കുകയും വേണം, ഫേമസ് ആവുകയും വേണം. അപ്പം അങ്ങനെ ആയതിനു ശേഷം പിന്നെ വിളിച്ച് പറയുന്നത് ശരിയാണോ? ശരിയല്ല. ഇപ്പൊ ഇതിനെതിരെ കോടതി ഇടപെടുകയും, കോടതി ഇടപെട്ട് ഇതിനൊരു ന്യായമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പൊ വളരെ നിരന്തരമായി അതായത് ദിവസേന വാർത്തകളിൽ ഓരോ നടിമാരുടെ അടുത്ത് ഓരോരുത്തർ ചെന്നെന്ന് പറയുന്നു, ഓരോരുത്തരുടെ പേരുകൾ വിളിച്ചു പറയുന്നു. പണ്ട് സോളാർ വിഷയം നടന്ന സമയത്ത് സരിത പല ആൾക്കാരുടെയും പേരുകൾ വിളിച്ച് പറഞ്ഞതുപോലെ ഇപ്പോ നമ്മുടെ അമ്മ താരസംഘടനയിൽ വരെ പല നടന്മാരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇതിലൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. തെറ്റ് ചെയ്തവരെല്ലാവരും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഈ പറയുന്ന ഒരു രാഷ്ട്രീയം പോലെ തന്നെയാണ് സിനിമയും. രാഷ്ട്രീയം മറ്റൊരു ഭാഗത്താണെങ്കിൽ സിനിമ വേറൊരു ഭാഗത്താണ്. സിനിമയിലും നല്ലവരും ഉണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. അപ്പൊ ചീത്ത കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക്, ഒരിക്കൽ നിഷാ സാരംഗ് എന്ന് പറയുന്ന ഒരു ആക്ടർ പറഞ്ഞതുപോലെ, ഈ ഇടയ്ക്ക് പറഞ്ഞതുപോലെ, നമ്മൾ ഒരു സ്ത്രീകൾ എന്ന് പറയുന്നത് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. നമ്മൾ വേറെ എന്തെങ്കിലും, നമുക്ക് കഴിവുണ്ടെങ്കിൽ വേറെ പല ജോലികളും ഉണ്ട്, ആ ജോലികൾ ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരാവണം. കാരണം നമ്മൾക്ക് ഈ ഒരു മോഹം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വരുന്നത്. ഇതില്ലെങ്കിൽ വേറെ ജോലി എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതിന് വന്നിട്ട് നോ പറയാതെ പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒന്ന് എനിക്കത് പറ്റിപ്പോയി എന്ന് പറയുന്നത് അത്ര വലിയ ന്യായമോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ അപ്പോ അതേപോലെ തന്നെ ഇനിയെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇങ്ങനെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ തുറന്നു പറയുക എന്നുള്ളതാണ്. പിന്നെ അമ്മ എന്ന് പറയുന്ന താരസംഘടനയിൽ എല്ലാവരും അഴിക്കുകയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ചിലരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ക്യാഷിന്റെ ബലത്തിലും കോടികളുടെ പണക്കൊഴുപ്പിലും തേഞ്ഞു മാഞ്ഞു പോകുമെന്ന്. ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോവാതിരിക്കട്ടെ, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തേഞ്ഞു മാഞ്ഞു പോകാതെ ഇതിന്റെ സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ഇതിന്റെ പേരിൽ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, മലയാള സിനിമ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്.
നമ്മൾ എന്താ പറയാ ലോകത്തിന്റെ നെറുകയിൽ എന്താ പറയാ വളരെ നല്ല രീതിയിൽ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല മലയാളം സിനിമാ ഗാനങ്ങളും അതേപോലെ തന്നെ ഒരുപാട് നമ്മളെ ഇമോഷണൽ ആക്കി ഒരുപാട് സീനുകളുള്ള ഒരുപാട് നല്ല നല്ല മലയാളം പടങ്ങളും ഉൾപ്പെടെ നമുക്ക് സമ്മാനിച്ച എന്താ പറയുക ദക്ഷിണാമൂർത്തി സ്വാമി ഉൾപ്പെടെ യൂസുഫ് അലി കരിച്ചേരി ഉൾപ്പെടെ ഔസേപ്പച്ചൻ ഉൾപ്പെടെ ഒരുപാട് സംഗീത സംവിധായകരും ഫേമസ് ആയ ഒ എം ഇ കുറുപ്പ് ഉൾപ്പെടെ നമ്മുടെ എന്താ പറയുക ഒ എം ഇ കുറുപ്പ് അങ്ങനെയുള്ള പ്രശസ്തരായ കവികളും ഉൾപ്പെടെ ഉള്ള ഒരു 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 താര അല്ലെങ്കിൽ ഒരു വലിയ സംരംഭമാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സംഗീതജ്ഞൻ മുതൽ രചയിതാവ് മുതൽ സംവിധായകൻ മുതൽ നിർമ്മാതാക്കൾ വരെ അങ്ങനെ ഒരുപാട് ഫേമസ് ആയ ഒരുപാട് ആൾക്കാരുള്ള ഒരു സിനിമ ഇൻഡസ്ട്രിയാണ് മലയാളം. അപ്പൊ ഇതിൽ ഒരുപാട് നന്മയുള്ളവരുണ്ട്, ഒരുപാട് തിന്മയുള്ളവരുമുണ്ട്. ആ തിന്മയുള്ളവർ പുറത്തു വരാൻ നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഴിക്കാതെ എല്ലാവരും മലയാള സിനിമയെ കഴിഞ്ഞ കാലം എങ്ങനെ സപ്പോർട്ട് ചെയ്തു അതേപോലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ഞാൻ ഉൾപ്പെടെ സിനിമ കാണുന്ന ഒരാളാണ്, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇത്രയെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.